വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള BCom BBA സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ മോഡ്യൂൾ 4 കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ. ആ കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂവിലെ ഒരു ടോപ്പിക്കാണ് ടൂൾസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ പാർട്ട് 1-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് ടൂൾസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. ടൂൾസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അവരവരുടെ പ്രൊഡക്റ്റ്, ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ്, കമ്പനിയുടെ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പേരും അതിൻ്റെ പ്രൈസും അതേപോലെ തന്നെ ബ്രാൻഡും കാര്യങ്ങൾ എല്ലാം തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുകയും കസ്റ്റമേഴ്സ് ആ പ്രൊഡക്റ്റ് ഏതാണോ പ്രൊഡക്റ്റ് വേണ്ടത് അത് അവരുടെ കമ്പനിയിൽ നിന്നുള്ള പ്രൊഡക്ട്സ് വാങ്ങണം എന്ന് ഉള്ള രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോകണം. അതിന് പല വഴികളും ചെയ്യുന്നുണ്ട്. അതിലത്തെ ഒരു മെത്തഡ് തന്നെയാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ ആ പറയുന്ന മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കുറേ ടൂൾസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് റെഫർ ടു ഇൻ്റഗ്രേറ്റിംഗ് വേരിയസ് മാർക്കറ്റിംഗ് ടൂൾസ് സച്ചസ്. ഏതൊക്കെ ടൂളാണ്? അഡ്വർടൈസിങ്ങിലൂടെ നമുക്ക് ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നു, നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള അറിയാൻ സാധിക്കും. സെയിൽസ് പ്രൊമോഷനിലൂടെ ചെയ്യാൻ പറ്റും. ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിലൊരു ചെറിയൊരു സാമ്പിൾ ഫ്രീ പറയുന്നു, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ ഓഫ് കൊടുക്കുന്നു. അങ്ങനെ പല രീതിയിൽ സെയിൽസ് പ്രൊമോഷൻ ഉണ്ട്. ആ രീതിയിൽ ആ പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് ജനങ്ങൾ അറിയുന്നു, അങ്ങനെ അറിയിപ്പിക്കാൻ സാധിക്കും. പിന്നെ പേഴ്സണൽ സെല്ലിംഗ്, ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഫേസ് ടു ഫേസ് നമ്മൾ കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുന്നത്, അങ്ങനെ ആവാം. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ എന്തിനു ചെയ്യുന്നു? ടു പ്രൊമോട്ട് ബ്രാൻഡ്, അവരുടെ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യിപ്പിക്കുകയാണ്. സോ ദാറ്റ് സിമിലർ മെസ്സേജ് റീച്ചസ് എ വൈഡർ ഓഡിയൻസ്. നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മെസ്സേജ് എല്ലാ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ സ്പ്രെഡ് ആക്കുകയും അതല്ലെങ്കിൽ അത് അറിയിക്കുകയാണെങ്കിൽ ഈ ഓഡിയൻസ് എന്ന് പറയുന്ന ലെവൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം നമ്മൾ പല മാർഗത്തിലൂടെയല്ലേ, പല മീഡിയാസിലൂടെയാണ് ജനങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്ട്സിനെയും ബ്രാൻഡ് നെയിമിനെ കുറിച്ചൊക്കെ അറിയിക്കുന്നത്. അപ്പോൾ വൈഡർ ഓഡിയൻസ് ആവും. ഓക്കെ, through IMC means integrated marketing communication. Marketers smartly blend and integrate all marketing tools for better response. Integrated marketing communicationൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവിടുത്തെ മാർക്കറ്റേഴ്സ് നല്ല രീതിയിൽ സ്മാർട്ടായിട്ട് നല്ല രീതിയിൽ ഫുൾ മാർക്കറ്റിംഗ് ടൂൾസ് എന്തൊക്കെയാണോ ആ പറയുന്ന രീതിയിൽ ഏത് പ്രൊഡക്റ്റിന് ഏത് മാർക്കറ്റിംഗ് രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് അത് അതിൻ്റെ രീതിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നു, ആ കമ്പനിക്ക് കിട്ടും. അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ത്രെഡ് കിട്ടിയല്ലോ, കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ, ഇപ്പോൾ നമ്മളൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്, ആ കമ്പനിയുടെ പ്രൊഡക്ട്സിൻ്റെ ബ്രാൻഡ് നെയിമും ആ പ്രൊഡക്റ്റ് കുറച്ചും കൂടി സെയിൽസ് ആവാൻ വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് അതായത് നല്ല പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുക, അതിന് നമ്മൾ പല ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. റെഡി? ഫസ്റ്റ് വൺ, അഡ്വർടൈസിങ്. Advertising means mass paid communication, the ultimate purpose of which is to impart information, develop attitudes and induce action beneficial to the advertiser. Advertising is sometimes called consumer education because it makes the consumer aware of the uses, ingredients, qualities, etc. of the product. It is not only a device to promote sales, but also an informative and informational force that aids the consumer to form judgment as what to buy. It is an activity designed to impress the customer and to improve the sales turnover rate. ഇവിടെ അഡ്വർടൈസിങ് ആണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ പ്രൊഡക്ട്സ്, കമ്പനിയുടെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് അറിയിക്കണമെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കണമെങ്കിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഏത്? അഡ്വർടൈസ് പരസ്യത്തിലൂടെ നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് നമുക്കത് ഇൻഫോർമേഷൻ നല്ല വേണ്ട വിധത്തിനുള്ള
ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ കറക്റ്റായിട്ട് നൽകുക, കസ്റ്റമേഴ്സിന് നൽകുക, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതായത് ത്രൂ പല മീഡിയാസിലായിരിക്കാം, പക്ഷെ നമുക്ക് പറയുന്നില്ല ഇപ്പോൾ അഡ്വർടൈസിങ്ങിൽ തന്നെ നമുക്കറിയാം ഡിഫറെൻറ്റ് മീഡിയാസിലുണ്ട് എന്ന്. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. അതേപോലെ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ആറ്റിറ്റ്യൂഡ്സ് ഡെവലപ്പ്, അതേപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് എന്താണെന്നറിയോ ബെനിഫിഷ്യൽ, അതായത് പ്രയോജനപ്പെടുത്താനൊക്കെ സാധിക്കും. ആർക്ക്? ഈ അഡ്വർടൈസർക്ക്. ഓക്കെ, അപ്പോൾ അഡ്വർടൈസിങ് എന്ന് പറയുന്നതിന് വേറൊരു പേരും കൂടി ഇവിടെ പറയുന്നുണ്ട്, കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറയാറുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് മേക്സ് ദ കൺസ്യൂമർ അവെയർ ഓഫ് ദ യൂസേഴ്സ്, ഇൻഗ്രീഡിയൻസ്, ക്വാളിറ്റീസ് എക്സെട്ര ഓഫ് ദ പ്രോഡക്ട്സ്. എന്തുകൊണ്ടാണ് അവിടെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറയാൻ കാരണം? കൺസ്യൂമറിന് ഒരു ബോധവൽക്കരണം, അല്ലെങ്കിൽ ആ പറയുന്ന പ്രൊഡക്റ്റിനെ കുറച്ചും കൂടി മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ അത് എങ്ങനെ യൂസ് ചെയ്യാം, ഹൗ ടു യൂസ്, പിന്നെ ആ പറഞ്ഞ പ്രൊഡക്ട്സിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രൈസ് എന്താ, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താ എന്നൊക്കെയുള്ള കാര്യങ്ങളില്ല ആ പ്രൊഡക്ട്സിനെ കുറിച്ച്. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ ത്രൂ അഡ്വർടൈസിങ്ങിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ അഡ്വർടൈസിങ്ങിന് വേറൊരു പേരും കൂടി പറയാം, കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്നും നമുക്ക് പറയാൻ സാധിക്കുന്നു. Clear? It is not only a device to promote sales, but also an informative and information force that aids the consumer to form a judgment as what to buy. അതേപോലെ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ അഡ്വർടൈസിങ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ ഒരു കച്ചവടം നടത്താൻ വേണ്ടി ഒരു പ്രൊമോഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് മാത്രമല്ല, അതേ സ്ഥാനത്ത് കൺസ്യൂമേഴ്സിന് ഏത് പ്രൊഡക്റ്റാണ് അവർ വാങ്ങേണ്ടത്, ആ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അപ്പോൾ അതിന് പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷനും അപ്പോൾ നമുക്ക് തന്നെ സ്വയം വിലയിരുത്താൻ പറ്റും. ഇങ്ങനത്തെ കാറ്റഗറീസാണ് ഇതിലുള്ളത്, ഇതിനൊക്കെ ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങണതാന്നുള്ളത്, ആ പ്രൊഡക്റ്റ് വാങ്ങണ്ട, അങ്ങനെ പലതിലും നമുക്ക് കാറ്റഗറൈസ് തിരിച്ച് മറിച്ച് നമുക്ക് ചിന്തിക്കാനും അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻസും കിട്ടുന്നു. ഇപ്പോൾ വിറ്റാമിൻ്റെ കേസിലെ ടാബ്ലറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രീമോ അങ്ങനത്തെ വല്ലതാണെങ്കിൽ നമ്മൾ പറയും ഏത് വിറ്റാമിനാണ് അടങ്ങിയിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി സെലക്ട് ചെയ്യാറില്ലേ. അതേപോലെ നമുക്ക് ആ പറഞ്ഞ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി നമുക്കൊരു തീരുമാനം, ഒരു ജഡ്ജ്മെൻറ്റ് നമുക്ക് നടത്താൻ പറ്റും. ഏത് പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ള തീരുമാനം എടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു. കാരണം ഏതിലൂടെയാണ്? ഈ പറയുന്ന അഡ്വർടൈസിങ്ങിലൂടെയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ഡിസൈൻ ടു ഇംപ്രസ് ദ കസ്റ്റമർ ആൻഡ് ടു ഇംപ്രൂവ് ദ സെയിൽസ് ടേൺ ഓവർ റേറ്റ്. ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അഡ്വർടൈസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് അത് ഇംപ്രസ് ആവുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇംപ്രസ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? കസ്റ്റമേഴ്സ് അവർ കടയിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. അങ്ങനെ ആകുമ്പോൾ സെയിൽസ് ടേൺ ഓവർ എന്തായിരിക്കും? ഇൻക്രീസ് ആവും. റെഡി? അതൊന്ന് ഫസ്റ്റ് വൺ. അപ്പോൾ ഫസ്റ്റ് ടൂൾ മനസ്സിലായി, ഏതാണ്? അഡ്വർടൈസിങ്. സെക്കൻഡ് വൺ, സെയിൽസ് പ്രൊമോഷൻ. Sales promotion refers to all decisions and actions that promote or stimulate consumer purchasing and dealer effectiveness so that sales volume is increased. Sales promotion mainly involves short-term and non-routine incentives offered to dealers as well as consumers. ഇവിടെ സെയിൽസ് പ്രൊമോഷനാണ്. സെയിൽസ് പ്രൊമോഷൻ പല രീതിയിലുണ്ട്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു വിൽപ്പന നല്ല രീതിയിലേക്ക് മുന്നേറണമെങ്കിൽ പല മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ആ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നത് എന്നാണ് പല രീതിയിൽ, പല മെത്തേഡ്സ്, പല ടെക്നിക്സും ആ പറയുന്ന കമ്പനികൾ അവരെന്ത് ചെയ്ത് നടപ്പിലാക്കാറുണ്ട്. ഓക്കെ, അത് ഷോർട്ട് ടേമും ആവാം, അല്ലെങ്കിൽ നോൺ റൊട്ടീൻ ഇൻസെൻറ്റീവ്സ് ഓഫേഴ്സ് ടു ഡീലേഴ്സ് ആസ് വെൽ ആസ് കൺസ്യൂമേഴ്സ്. ഇൻസെൻറ്റീവ്സ് ഒക്കെ ഒന്നില്ലെങ്കിൽ ഡീലേഴ്സിന് കൊടുക്കുകയോ അതല്ലെങ്കിൽ ഡീലേഴ്സിന് കൊടുത്താൽ അവർ വേഗം ഉത്സാഹിക്കും അല്ലേ, കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാനുള്ള രീതിയിൽ തത്രപ്പാടിൽ അവർ കാര്യങ്ങളൊക്കെ ചെയ്യും. അതല്ല കസ്റ്റമേഴ്സിനാണ് ഇല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനാണ് ഈ പറയുന്ന ഇൻസെൻറ്റീവ്സ് കൊടുക്കുക അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഓഫേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് അവർ വാങ്ങും. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ആ സാധനങ്ങൾ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? വേഗം ഈസി ആയിട്ട് കൺസ്യൂം ചെയ്യും, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി കൺസ്യൂമേഴ്സ് പർച്ചേസിങ് ചെയ്യുന്ന ആ ഒരു ഇഫക്റ്റീവ്നെസ്, അല്ലെങ്കിൽ പർച്ചേസിങ് എന്ന് പറയുന്നത് ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാമെന്ന് മനസ്സിൽ വിചാരിക്കുന്നേ ഉള്ളൂ, പക്ഷെ അത് വാങ്ങണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഈ പറയുന്ന ഇടയിൽ ഒരു സെയിൽസ് പ്രൊമോഷൻ വന്നാൽ പെട്ടെന്ന് പോയി സാധനങ്ങൾ വാങ്ങുന്നു. ഓക്കെ, നമുക്കിപ്പോൾ ഓണം വരാറായി. ഈ ഓണം വരാറാകുന്ന സമയത്ത് ഓഫറും ഡിസ്കൗണ്ടുകളും ഇൻസെൻറ്റീവ്സ് കുറേ കാര്യങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചാൽ പറയും ഒരു 2 ആഴ്ചയും കൂടി വെയിറ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ ഓഫർ വല്ലതും കിട്ടും. അപ്പോൾ എന്തായാലും വാങ്ങണം. പക്ഷെ അപ്പോൾ എന്ത് ചെയ്യും? ആ പറയുന്ന ഓഫർ വരുന്ന സമയത്ത് നമ്മൾ വേഗം പോയി വാങ്ങും അല്ല. അപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ അവിടെ എണ്ണം കൂടുകയും ചെയ്യും. അപ്പോൾ പർച്ചേസിങ് പവർ അല്ലെങ്കിൽ ഡീലിങ്സ് ചെയ്യുന്നത് എന്താ കുറച്ചും കൂടി ഇഫക്റ്റീവ്നെസ് ആവും. ക്ലിയർ ആയോ? The popular methods used for sales promotion are demonstration, trade show, exhibition, exchange offer, seasonal discount, free service, gifts, contest, etc.
പോപ്പുലർ മെത്തേഡ്സ് സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഡെമോൺസ്ട്രേഷൻ, ട്രേഡ് ഷോ, എക്സിബിഷൻ, എക്സ്ചേഞ്ച് ഓഫർ, സീസണൽ ഡിസ്കൗണ്ട്, ഫ്രീ സർവീസ്, ഗിഫ്റ്റ്സ്, കോൺടെസ്റ്റ് എക്സെട്ര. അതായത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കുറച്ചും കൂടി ജനങ്ങൾക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്, അതായത് കുറച്ചും കൂടി അട്രാക്റ്റ് ആവുക, കസ്റ്റമേഴ്സിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്തിട്ട് കടയിലേക്ക് വരുത്തിക്കുക എന്നുള്ളത്, സെയിൽസ് കൂട്ടുക എന്നുള്ളതിന് ഒരു ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ. നമ്മളിപ്പോൾ കടകളിലൊക്കെ ബൊമ്മകളിലൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. ഓരോ ദിവസം ചിലപ്പോൾ അവർ ഡിഫറെൻറ്റ് എന്താ പറയുക കമ്പനിയുടെയോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിസൈനുള്ള ഡ്രസ്സുകളൊക്കെ ആയിരിക്കും ബൊമ്മകളിൽ ഇട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കടയുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ അത് അട്രാക്റ്റ് ആയാൽ നമ്മൾ വേഗം ആ കടയിൽ കയറും. അങ്ങനെ ഡിഫറെൻറ്റ് ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടാവുക സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ട്രേഡ് ഷോകൾ നല്ല നടത്തിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എക്സിബിഷൻ നടത്തുന്ന സമയത്ത് പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി അറിയാൻ സാധിക്കുന്ന ഡിഫറെൻറ്റ് പ്രൊഡക്ട്സിനെ കുറിച്ച്. പിന്നെ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ പഴയത് കൊടുത്തിട്ട് പുതിയത് വാങ്ങുക എന്ന് പറയുന്നില്ല, ആ രീതിയിലേക്ക് ആക്കാം. പിന്നെ സീസണൽ ഡിസ്കൗണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ സമ്മർ ഡ്രസ്സിൻ്റെയൊക്കെ സമ്മർ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കൊടുക്കാറുണ്ട് അല്ലേ. പിന്നെ അതേപോലെ മൺസൂണിൻ്റെ ഇപ്പോൾ പറയാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ ഓണത്തിൻ്റെ, ക്രിസ്മസ്, ന്യൂ ഇയർ, അങ്ങനെ ഏതൊക്കെയാണോ ഫങ്ഷൻസ് അവർ വെക്കുന്നത് അതിൻ്റെ എല്ലാത്തിനും നമുക്ക് അവർ ഡിസ്കൗണ്ട് തരും. പിന്നെ അതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ. ശരിക്കും ഇതൊരു മെത്തേഡിൽ ചെയ്യുന്ന അവരുടെ മാർക്കറ്റ് കമ്പനിയുടെ ഒരു തന്ത്രം തന്നെയാണ് ഇങ്ങനെ ഒരു സെയിൽസ് പ്രൊമോഷൻ പല രീതിയിൽ കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ ഫ്രീ സർവീസ്, ഗിഫ്റ്റ് ഉണ്ടാവും. പിന്നെ കോൺടെസ്റ്റ് എന്തെങ്കിലും ഒരു വെക്കും, കോൺടെസ്റ്റൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് സമ്മാനം, ആദ്യം നറുക്കെടുപ്പ് എന്നുള്ളവർക്ക് ഇത്ര സമ്മാനം, അങ്ങനെയാണ് അതിൻ്റെ കുറേ കാര്യങ്ങൾ അവർ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോയി വാങ്ങും ഇല്ലേ. ചില കടകളിലൊക്കെ 5000 രൂപയുടെ ഫസ്റ്റ് നമ്മൾ പോകും 2000 രൂപയുടെ വാങ്ങും. അപ്പോൾ അവർ പറയും 5000 രൂപയുടെ കൂടി വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റൗവ് അല്ലെങ്കിൽ മിക്സി എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ ഉണ്ട് പറയുമ്പോൾ നമ്മൾ ശരി എന്തായാലും വാങ്ങി, അപ്പോൾ നമുക്ക് ഇതും കൂടി വാങ്ങാം എന്ന് പറയും. അപ്പോൾ ആ പറഞ്ഞ പ്രൊഡക്ട്സ് അവിടെ എന്തായി, സെയിലായി. കാരണം എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്തു, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഓഫേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വെക്കുമ്പോൾ സെയിൽസ് കുറച്ചും കൂടി ഇൻക്രീസ് ആവും. ഓക്കെ. അപ്പോൾ ഈ ഒരു പറഞ്ഞ സെയിൽസ് ഇൻക്രീസ് ബൂസ്റ്റപ്പ് ആവില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം. ഓക്കെ. ഇതിന് ഏറ്റവും ഈ സെയിൽസ് പ്രൊമോഷൻ ചെയ്യുന്നത് അധികം പുതിയ പ്രൊഡക്ട്സിനാണ് ചെയ്യാറ് കേട്ടോ. ന്യൂ പ്രൊഡക്ട്സ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സെയിൽസ് പ്രൊമോഷൻ. പുതിയ പ്രൊഡക്ട്സ് ആണ് വിപണിയിൽ ഇറക്കുന്നതെങ്കിൽ അത് ഇവർ സെയിൽസ് പ്രൊമോഷനാണ് അധികം ചെയ്യാറ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെയൊക്കെ ഒരു ഇപ്പോൾ വനിതാ മാഗസീനിലൊക്കെ ചിലപ്പോൾ മുമ്പ് ഈ പറയുന്ന ഒരു സാഷൽ പാക്കറ്റ്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാഷിംഗ് പൗഡറിൻ്റെ സാഷലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഷാമ്പൂവിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഹെയർ ഓയിലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും സോപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ സോപ്പിൻ്റെ സാമ്പിൾസ് മുമ്പ് ഓട്സൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അവർ. അതായത് സ്റ്റാർട്ടിങ്ങിലൊക്കെ, ഇപ്പോഴെല്ലാം ഓട്സ് എന്ന് പറയുന്ന എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുണ്ട്. മുമ്പ് എന്തുണ്ടായിരുന്നില്ല, എങ്ങനെ പറയുന്ന ഓട്സൊന്നും പല കടകളിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇറക്കുന്ന സമയത്ത് ഇവരെ ജനങ്ങൾക്ക് കിട്ടണ്ടേ, സാധനം കിട്ടണ്ടേ. അപ്പോൾ അവരെന്ത് ചെയ്യും, സാമ്പിളായിട്ട് ചെറിയൊരു സാഷൽ പാക്കറ്റിൽ ആ പറയുന്ന മാഗസിനോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു ദിവസം ഒരു ഓട്സ് എല്ലാം കഴിക്കേണ്ടു, ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ പറ്റും. അത് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ ഡെഫിനറ്റ്ലി സാധനം കടയിൽ പോയിട്ട് വാങ്ങും. അപ്പോൾ പുതിയ പുതിയ പ്രൊഡക്ട്സ് ഒക്കെയാണ് അധികം സെയിൽസ് പ്രൊമോഷൻ ചെയ്യുന്ന രീതിയിലേക്ക് യൂസ് ചെയ്യുന്നത്. റെഡി. നെക്സ്റ്റ് ഈസ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഇൻ ദ പ്രൊമോഷണൽ മിക്സ്. നമുക്കറിയാം പ്രൊമോഷണൽ മിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻറ്റ് തന്നെയാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് എ ഫേസ് ടു ഫേസ് സെല്ലിംഗ് ടെക്നിക് ഈസ് എംപ്ലോയ്ഡ് ബൈ ദ സെയിൽസ് പേഴ്സണൽ യൂസിങ് ദെയർ പേഴ്സണൽ സ്കിൽസ് ടു പെർസ്യൂഡ് ദെയർ കസ്റ്റമേഴ്സ് ഫോർ ബൈയിങ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ പ്രൊഡക്ട്സ്. അതായത് ഇവിടെ ഫേസ് ടു ഫേസ് ആണ് എന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നത്. ഓക്കെ. സെയിൽ ചെയ്യുന്നത് ഫേസ് ടു ഫേസ് സെല്ലിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് സെയിൽസ് പേഴ്സണൽ യൂസിങ് ദ പേഴ്സണൽ സ്കിൽസ്. അതായത് അവരുടെ ഇപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടീമുകാരൊക്കെ ബാഗും തൂക്കിയിട്ടൊക്കെ വരുന്നത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അവർ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല വായതോരാതെ നല്ല രീതിയിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് ആ പ്രൊഡക്റ്റ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും അല്ല. അത് അതിൻ്റേതായിട്ടുള്ളൊരു സ്കില്ലാണ്, അതൊരു കഴിവാണ് ആ പറഞ്ഞ പ്രൊഡക്റ്റിനെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ. അതൊക്കെ കറക്റ്റായിട്ട് അവർ പറയുന്ന രീതിയിൽ അനുഭവിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ. അതായത് എന്താണോ എന്താ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ടാണ് പറയുന്നത്. മറ്റേതൊക്കെ ആണെങ്കിൽ ടി വിയിലാണ്, നമുക്കത് വാങ്ങണ്ട എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരമാണ്. ചിലപ്പോൾ ഡയറക്റ്റായിട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് കുറേ നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമ്മൾ പറയാതെ തന്നെ വാങ്ങിപ്പോവും അല്ലേ. അപ്പോൾ അതും ശരിക്കും ഒരു മാർക്കറ്റിംഗ് എന്താ പറയുക, ഒരു ഇൻറ്റഗ്രേറ്റിംഗ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റിനെ കുറിച്ച് സെയിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ് ഈ പറഞ്ഞ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. റെഡി.
It is the oldest form of product promotion in which the sellers promote the product through their attitude, appearance, and specialized product knowledge. It is also known as salesmanship, as the role of sales personnel is highly significant in personal selling. സാധനങ്ങൾ പേഴ്സൺ സെല്ലിംഗ് നടത്തുവാണ്, അതായത് പരസ്പരം പല ആൾക്കാർ നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ വാങ്ങിപ്പോകില്ല. അപ്പോൾ അത് സെയിൽസ്മാനല്ലേ അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, ഡയറക്റ്റ് സെല്ലിംഗ് ഒക്കെ നടക്കുന്നതിൽ. ഓക്കെ, അപ്പോൾ അത് ഈ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓൾഡസ്റ്റ് പഴയ ഒരു ഫോം ഓഫ് പ്രൊഡക്റ്റിനെ പ്രൊമോഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പഴയ ഫോമാണ്. പണ്ടാണ് നമ്മൾ ഈ ഓരോ ആൾക്കാർക്ക് അധികവും നമ്മൾ വീടുകളിൽ വന്ന് പ്രൊഡക്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് പറയുന്നത് പണ്ടാണ്. ഇപ്പോൾ ഒക്കെ എല്ലാം ഓൺലൈനിലൂടെ തന്നെ ഈ പറഞ്ഞ കാര്യം, ഇപ്പോൾ നാപ്തോളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ടി വിയിലൂടെ മറ്റേ ആഡ് വന്നിട്ടല്ലേ പറയുന്നത്. അല്ലാതെ വീടുകളിൽ കയറി ചെന്ന് ബാഗൊക്കെ തൂക്കി കൊണ്ടുവന്നിട്ടാണോ പറയുന്നത്, നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് പറയുന്നത് തരുന്നത്? അല്ല, ടി വിയിൽ ആഡ് തരികയാണ് വരുന്നത് അല്ലേ. അപ്പോൾ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ഈ പറഞ്ഞ പ്രൊമോട്ടിലൊക്കെ ഡയറക്റ്റായിട്ടൊരു ഫേസ് ടു ഫേസ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ് ആണ് ഇത് നടക്കുന്നത്. അതിന് നമുക്കിത് പറയാം സെയിൽസ്മാൻഷിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. It is oral communication with the potential buyers of a product with the intention of making sales. ഇറ്റ് ഈസ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ, അതായത് വായാൽ നമ്മൾ പറയുന്നില്ലേ, വാക്കാൽ പറയുന്ന ഒരു കാര്യമാണ്. അത് രണ്ടുപേരും കമ്മ്യൂണിക്കേഷൻ ചെയ്യും. ഇപ്പോൾ ഒരാളാണ് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വരുവാണെങ്കിൽ നമ്മൾ വാങ്ങണം അല്ലേ, വാങ്ങണം നിർബന്ധമല്ല, വാങ്ങാൻ വേണ്ടി നമ്മുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയായിരിക്കും. ഇതാണ് പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്ട്സിൻ്റെ അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, അത്രത്തോളം നല്ല കാര്യങ്ങളാണ്, ഇതാണ് പ്രൈസ് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പല ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ തിരിച്ച് ചോദിക്കും, അപ്പോൾ അതിനുള്ളൊരു ബദൽ അവർ ആൻസറും തരും. അപ്പോൾ ടു വേ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ടു വേ കമ്മ്യൂണിക്കേഷൻസ് ഉള്ളത് കൊണ്ട് ഇറ്റ് ഹെൽപ്സ് ആൻഡ് എൻകറേജ് കസ്റ്റമേഴ്സ് ടു പർച്ചേസ് ഗുഡ്സ് ത്രൂ ദ യൂസ് ഓഫ് ഓറൽ പ്രസൻറ്റേഷൻ. അങ്ങനെ ആവുമ്പോൾ, അതായത് ഡയറക്റ്റായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രണ്ട് കൂട്ടുകാരും സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ബെനിഫിറ്റ്സ് എത്രത്തോളമാണ് എന്നുള്ളത് കസ്റ്റമറിന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത്രയും നല്ല രീതിയിൽ സെയിൽസ്മാൻ നല്ല രീതിയിൽ പ്രസൻറ്റേഷൻ നൽകുന്നു. മറ്റേതൊക്കെ ആണെങ്കിൽ ഓൺലൈനിലൂടെ സാധനങ്ങൾ വാങ്ങുന്നു പറഞ്ഞാൽ അവിടെ ജസ്റ്റ് എഴുതി വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ, അല്ലാതെ നമ്മൾ ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന ഡയറക്റ്റായിട്ട് ഓറൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമർ ആ സാധനം പ്രൊഡക്റ്റ് വാങ്ങിപ്പോകുന്നു. അങ്ങനെ ആകുമ്പോൾ ഇവിടെ പ്രൈസിനെ കുറിച്ചും അതിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ചും ചർച്ചകളൊക്കെ നടത്താൻ പറ്റും. ഞങ്ങൾക്ക് ഇപ്പോൾ 500 രൂപയ്ക്ക് തരാൻ പറ്റും, അത് 3 രൂപ വേണോ എന്നുള്ള രീതിയിൽ ബാർഗെയിനിങ് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ശരിക്കത്തെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് കൂട്ടർക്കും സംസാരിക്കുമ്പോൾ. സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ആളും സാധനങ്ങൾ വാങ്ങണം എന്ന് ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സും തമ്മിൽ സംസാരിക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് സെയിൽസ്മാൻ്റെ ഒരു കഴിവാണ് അത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ എന്നുള്ളൊരു ഇൻട്രസ്റ്റ് വരും. ഓക്കെ, പിന്നെ അതേപോലെ പ്രൈസും കാര്യങ്ങളൊക്കെ താരതമ്യം ചെയ്യാനും അത് ഏറ്റവും ബെനിഫിറ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കി എടുക്കാനും, ഇല്ലെങ്കിൽ ഇതാണ് ബെറ്റർ എന്ന് സ്വയം തോന്നാൻ, അതൊക്കെ ഈ പറയുന്ന സെയിൽസ്മാൻ ഈ പറയുന്ന മാർക്കറ്റിംഗ് ടീമുകാരുണ്ടല്ലോ അവരുടെ സാമർത്ഥ്യം പോലെ ഇരിക്കും ഇതൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഫേസ് ടു ഫേസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷനിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്തോളം ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയാൻ കാരണം. Next is public relations. Public relation refers to maintaining constructive relations with customers, suppliers, middlemen, and with a large set of interested publics. The publics may be stockholders, employees, unions, environmentalists, the government, and people in local community or some other groups in society. ഇനി അടുത്തത് ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ അതിൽ വേറൊരു ടൂൾ തന്നെയാണ് ഏത് പബ്ലിക് റിലേഷൻസ്. അതായത് നമ്മൾ പൊതുജനങ്ങളുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടാകുക അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അവർ പറയുന്നത് പബ്ലിക് റിലേഷൻഷിപ്പ്. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ആരൊക്കെ ആയിട്ടായിരിക്കുന്നത് സ്റ്റോക്ക് ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, യൂണിയൻസ്, എൻവിറോൺമെൻറ്റലിസ്റ്റ്, ഗവൺമെൻറ്, പിന്നെ സാധാരണ നോർമൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പല രീതിയിലാവാം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടി പബ്ലിക് പരിപാടിയിൽ നമ്മുടെ കമ്പനിയുടെ സ്പോൺസർഷിപ്പ് എടുക്കുന്നു. അങ്ങനെ നമുക്ക് നല്ലൊരു പബ്ലിക്കിനിടയിൽ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പോൺസർഷിപ്പ് നമ്മൾ എന്താ പറയുക കാര്യങ്ങൾ നമ്മൾ സ്പോൺസർഷിപ്പ് എടുക്കുന്നു പറഞ്ഞു. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോൺടെസ്റ്റ് വെക്കുന്നു. ഓക്കെ, പിന്നെ അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡൊണേഷൻ്റെ രീതിയിൽ കൊടുക്കുന്നു. അങ്ങനത്തെ പല രീതിയിലും ആവാം.
ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് ജനങ്ങളെല്ലാവരും അറിയുകയും ചെയ്യും അല്ലേ. അതും ഒരു മെത്തേഡ് തന്നെയല്ലേ. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ആ സമയത്തൊക്കെ ഈ പറയുന്ന 6 പോലും 4 പോകുമ്പോഴൊക്കെ ആ പറയുന്ന ക്യാമറ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ആ ബൗണ്ടറിയുടെ ആ സൈഡിൽ ഫുൾ അവിടെ എന്തെങ്കിലും ഓരോ കമ്പനിയുടെ പേരും കാര്യങ്ങളായിരിക്കും അവരവിടെ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവുക. അത് ഫോക്കസ് ചെയ്യുകയാണ്. അതൊക്കെ സ്പോൺസേഴ്സാണ് നൽകുന്നത്. പൈസ കൊടുത്തിട്ട് അവരത് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾ നമ്മൾ എത്ര പ്രാവശ്യം ആ ടി വിയിൽ കാണുന്ന സമയത്ത് നമുക്ക് എത്ര പ്രാവശ്യം നമ്മൾ കാണും ആ അതേ ഒരു കമ്പനിയുടെ പേരിനെ കുറേ വട്ടം കാണും. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ മൈൻഡിലുണ്ടാവും ആ കമ്പനിയുടെ പേര് മൈൻഡിൽ നിൽക്കും. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് തോന്നുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളപ്പോൾ നമുക്ക് കണ്ട ഒരു ഓർമ്മയുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും, എന്നാൽ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങാം എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പബ്ലിസിറ്റി. Publicity is the activity of increasing the awareness about a company, product or service and to grab the attention of the potential customers at a lesser cost. Publicity can be different types such as a news, press release, product release, offers, conference, events, etc. The cost associated with publicity is usually less as compared to other marketing activities like promotions and advertising, which cost huge sum of money. ഇവിടെ പബ്ലിസിറ്റി ആക്കുകയാണ്, അതായത് കുറച്ചും കൂടി നമ്മുടെ പ്രൊഡക്റ്റ് പോപ്പുലാരിറ്റി ആക്കുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസസോ നമുക്ക് അതായത് ഇനിയിപ്പോൾ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയും, പക്ഷേ എങ്കിലും പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവരത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ പിന്നീട് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് കോമ്പറ്റേറ്റ് ചെയ്യുന്നവരെക്കാളും നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് അവർ കറക്റ്റായിട്ട് കസ്റ്റമറായിട്ട് മാറുകയുള്ളൂ അല്ലേ. പൊട്ടൻഷ്യൽ കസ്റ്റമർ നമ്മുടെ കസ്റ്റമറായിട്ട് മാറണം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ പബ്ലിസിറ്റി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഒന്നില്ലെങ്കിൽ ഇപ്പം ന്യൂസിൽ കൊടുക്കുന്നു, പ്രസ് റിലീസ്, പ്രൊഡക്റ്റ് റിലീസ്, ഓഫേഴ്സ്, കോൺഫറൻസ്, ഈവൻറ്റ്, അങ്ങനെയൊക്കെ കാര്യങ്ങളിലൊക്കെ ആ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പ്രചരണം നടത്തുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്വർടൈസിങ് ചെയ്യുന്നതിനെക്കാട്ടും കമ്പയർ ടു കുറച്ച് പൈസ കുറവായിട്ടായിരിക്കും വരിക. Okay, next is direct marketing. Direct marketing is a component of promotion mix where a company deals directly with the consumers without the help of any intermediary. ഇറ്റ് ഈസ് എ ചാനൽ ഫ്രീ അപ്രോച്ച് ഇൻ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്, അതായത് ഇടയിൽ ആരും ഇല്ല, മിഡിൽ മാൻ ഇല്ല, ആരും ഹെൽപ്പ് ചെയ്യാനും ഡീലിങ് ചെയ്യാനും ഡയറക്റ്റായിട്ട് തന്നെ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ആ പറയുന്ന പ്രൊഡക്ട്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഡയറക്റ്റായിരിക്കും, അല്ലാതെ അവിടെ ഇടനിലക്കാർ ആരും ഇല്ല. ഓക്കെ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് മാർക്കറ്റിങ്ങിൻ്റെ പറഞ്ഞ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് മെയിൽ, ടെലിഫോൺ, ഫാക്സ്, ഇമെയിൽ ഓർ ഇൻ്റർനെറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ഓർ സോഫിസിറ്റ് റെസ്പോൺസ് ഓർ ഡയലോഗ് ഫ്രം സ്പെസിഫിക് കസ്റ്റമേഴ്സ് ഓർ പ്രോസ്പെക്ട്സ്. ഇവിടെ ഡയറക്റ്റായിട്ട് മാർക്കറ്റിംഗ് നമ്മൾ ഏതൊക്കെ കാര്യത്തിലൊക്കെ ഒന്ന് മെയിൽ അയച്ചു കൊടുക്കാം, ടെലിഫോൺ വഴി, ഫാക്സ് വഴി, ഇമെയിൽ, ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർ യൂസ് ചെയ്യും. Shoppers have started relying on credit cards and online purchasing more than ever, which makes it essential for marketers to approach the consumers directly, thus helping them in purchase process. ഇപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് നമ്മളിപ്പോൾ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നു. ഡയറക്റ്റായിട്ടാണ് കണക്ഷൻസ് അല്ലേ. ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കേസുകളിലൊക്കെ ആണെങ്കിലടക്കം നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന്, അതായത് ഇടയിൽ മിഡിൽ മാൻ ആരും ഇല്ലാതെ തന്നെ നമുക്ക് ആ പറയുന്ന പ്രൊഡക്ട്സിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നു. നമുക്കത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാൻ സാധിക്കും. അതൊക്കെ അവർ ചെയ്യുന്ന കമ്പനിക്കാർ ചെയ്യുന്നത് തന്നെ ഇങ്ങനെ തന്നെയായിരിക്കും, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഫ്ലിപ്കാർട്ടൊക്കെ ആണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇടയിൽ വേറെ ആരും മീഡിയേറ്റേഴ്സ് ഇല്ലല്ലോ, ഡയറക്റ്റായിട്ട് ഇതാക്കി ചെയ്യുന്നു. അപ്പോൾ കമ്പനിയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലെവിടെ ദർ ഈസ് നോ മിഡിൽ മാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് ഡയറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ?
Next is events and experience. These are company sponsored activities and programs designed to create brand related interactions with the customers. Sponsorships improve the visibility of the company. Companies provide customers with an experience of the using the product which ends up leading to a higher brand recall than competitors. These events prove to be engaging with the audience. ഇവിടെ കമ്പനി സ്പോൺസർഷിപ്സ് നടത്തുകയാണ്. അതായത് ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സമയത്ത് ഇവരുടെ കമ്പനി സ്പോൺസർഷിപ്പ് നൽകുക. ഇപ്പോൾ ടി വിയിലൊക്കെ ഏതെങ്കിലും ഒരു പരിപാടി, ഇപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗർ ആണെങ്കിൽ അതിലിപ്പോൾ സ്പോൺസർഷിപ്പ് ചെയ്യുന്നത് കുറേ ടീമുകാരുണ്ട് അല്ലേ. ഇപ്പോൾ വേറെ സ്റ്റാർ മാജിക്, അത് ഏത് ചാനലിലായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിനൊക്കെ ഈ പറയുന്ന സ്പോൺസർഷിപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആങ്കർ ഈ ഓരോ അവരുടെ കമ്പനിയുടെ പേരും അതേപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അവർ നിൽക്കുന്ന സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറയുന്ന കമ്പനിയുടെ എന്താ പറയുക ഇമേജസും അതൊക്കെ ഉണ്ടാവും ഇല്ല. പറയുന്ന പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഇമേജസ് ഒക്കെ ഉണ്ടാവും. അത് പലതവണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ജനങ്ങൾ കാണുന്ന ടി വി കാണുന്ന ജനങ്ങൾക്ക് ഈ പറയുന്ന പ്രൊഡക്ട്സ് കുറച്ചും കൂടി ഫെമിലിയർ ആവും. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ അത് അങ്ങനത്തെ കുറേ ഏതെങ്കിലും ഒരു ഈവൻറ്റ് പരിപാടികളൊക്കെ നടത്തുന്ന സമയത്ത് അങ്ങനത്തെ ടി വി പ്രോഗ്രാമിൽ അങ്ങനെ, അതല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും ഈവൻറ്റ് നടത്താം. ഇപ്പോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റോ ഫുട്ബോൾ ടൂർണമെൻറ്റോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് സ്പെഷ്യലായിട്ടൊരു നമ്മളൊരു എന്താ പറയുക സ്പോൺസർഷിപ്പ് നമ്മുടെ കമ്പനി നൽകുമ്പോൾ അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ആരാ, ഇന്ന ആൾക്കാരാണ്, അവരുടെ കമ്പനിയാണ് ഇതിന് സമ്മാനം നൽകുന്നത്, ഒന്നാം സമ്മാനം നൽകുന്നത്, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അത് ഓരോ ഈവൻറ്റ് നടത്തിയിട്ടും ഈ സ്പോൺസർഷിപ്പ് നൽകുമ്പോൾ കുറച്ചും കൂടി പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണിത്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഇത് അറിയുമല്ലോ. ഇപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന രീതിയിൽ അപ്പോൾ എല്ലാവർക്കും അറിയാം. വേറെ ഏത് ഫ്ലാറ്റ് നിർമ്മാണത്തിന് ആൾക്കാരെ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് അറിയാം. കാരണം എന്താ, നമ്മുടെ ടി വി പ്രോഗ്രാമിൽ കുറേ ഈവൻറ്റ് അവർ കണ്ടക്ട് ചെയ്തത് കൊണ്ടാണ്. Companies provide customers with an experience of using the product which ends up leading to higher brand recall than competitors. പിന്നെ അതേപോലെ തന്നെ എക്സ്പീരിയൻസ്, അതായത് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ആ പ്രൊഡക്റ്റ് നല്ല രീതിയിലാണെങ്കിൽ അവർ അതിൻ്റെ ബ്രാൻഡിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ചിട്ടായിരിക്കും ഈ പറഞ്ഞ എക്സ്പീരിയൻസുകാർ അവർ പറയുന്നുണ്ടാവും. അതായത് ഈ പറഞ്ഞ കമ്പനി നമ്മൾ മറ്റേ കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടും നല്ലതാണ് എന്നുള്ള രീതിയിലൊക്കെ അവർ പറഞ്ഞ് കുറച്ചും കൂടി അതിന് പോപ്പുലാരിറ്റി കിട്ടും. ഓക്കെ, പിന്നെ അതേപോലെ ദിസ് ഈവൻറ്റ് പ്രൂവ് ടു ബി എൻഗേജിങ് വിത്ത് ദ ഓഡിയൻസ്. ഇങ്ങനത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് ജനങ്ങളുടെ മനസ്സിൽ തന്നെ നിൽക്കും. അതായത് ഒരു ബ്രേക്ക് ഒന്നും ആവില്ല. ഇടയിൽ ആ സ്പോൺസർഷിപ്പ് കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ അവർ ആ പരിപാടി അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ജനങ്ങളുടെ മനസ്സിൽ അവരുടെ കമ്പനിയുടെ പേര് എന്താവില്ല, മറന്നു പോവില്ല. നെക്സ്റ്റ് ഈസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. The concept of social media marketing basically refers to the process of promoting business or websites through social media channels. Companies manage to get massive attention on such channels and can interact with consumers as and when they are browsing the internet. ഇവിടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അത് നമ്മൾ കുറേ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക, അവരവരുടെ കമ്പനിയുടെ പ്രൊഡക്ട്സും കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഫീച്ചേഴ്സ് ആയാലും പ്രൈസ് ആയാലും അതിൻ്റെ എത്രത്തോളം ബെനിഫിറ്റ്സ് എന്നുള്ളത് ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ. അതൊക്കെ ഏതിലൂടെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയാസിലൂടെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ന്യൂ ആൻഡ് മോഡേൺ വേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആർ ഡെവലപ്പിംഗ് ഓൺ ദീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആൻഡ് ആർ പ്രൂവിങ് ടു ബി ദ ഫ്യൂച്ചർ ഓഫ് പ്രൊമോഷൻസ്. ദേ ഹാവ് ദ എബിലിറ്റി ടു ബി ഹൈലി ഇൻറ്ററാക്റ്റീവ് ആൻഡ് അപ് ടു ഡേറ്റ് വിത്ത് ദ കസ്റ്റമേഴ്സ്. ഇപ്പോഴത്തെ മോഡേൺ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രചാരണമുള്ള കാര്യവും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയാസ് തന്നെ അല്ലേ. ഒരാളും ഈ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാത്തവർ ഇല്ല. അത്രയും ആ ഒരു യൂസ്ഫുള്ളാണ് നമ്മുടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയാസിൽ. അപ്പോൾ ഈ പറയുന്ന ആഡ് അടക്കം ഈ പറയുന്ന ഏതിലുണ്ടാവും, ഈ പറഞ്ഞ നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ ഉണ്ട്. അത്രത്തോളം എന്താ പറയുക ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയാസ്. അപ്പോൾ അതിൽ ഈ പറയുന്ന പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു മാസ് കമ്മ്യൂണിക്കേഷൻസിലെ മാസ് കമ്മ്യൂണിക്കേഷനിൽ മാസ് ഓഡിയൻസിനെ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ആകുമ്പോൾ ആ പറയുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. പിന്നീട് ഒരു പത്രം വരണമെന്നോ അല്ലെങ്കിൽ വേറൊരു ന്യൂസ് കേൾക്കണമെന്നോ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതെല്ലാം ഓൺ ദ സ്പോട്ടിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ആ സോഷ്യൽ മീഡിയാസിലൂടെ. ഓക്കെ, അപ്പോൾ അതാണ് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റിനെ കുറിച്ച് മാർക്കറ്റിംഗ് ചെയ്യുന്നത് വേറൊരു വഴിയാണ് ഏത്, സോഷ്യൽ മീഡിയയിലൂടെ. റെഡി? Next is mobile marketing. Mobile marketing involves communicating with the consumers via a mobile device, either to send a simple marketing message, to introduce them to a new participation-based campaign, or to allow them to visit a mobile website. ഇവിടെ മൊബൈൽ മാർക്കറ്റിംഗ് ആണ്, അതായത് മാർക്കറ്റിംഗ് ത്രൂ ദ യൂസ് ഓഫ് ഏതിൻ്റെ വെച്ചിട്ട്, മൊബൈൽ വെച്ചിട്ട്. ഓക്കെ,
അതായത് സിമ്പിൾ മാർക്കറ്റിംഗ് മെസ്സേജ്, നോർമൽ മെസ്സേജ് അയക്കും. ഇപ്പം നമുക്ക് മൊബൈലിൽ മെസ്സേജ് വരാറുണ്ടാവും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഓഫേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈലിലും മെസ്സേജ് വരും, നോർമൽ മെസ്സേജ് വരും. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട്, 500 രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇത്ര ശതമാനം ഓഫാണ്, അല്ലെങ്കിൽ 2000 രൂപയുടെ സാധനം വാങ്ങി ഇത്ര ഓഫ്, ഇല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് ഇന്ന് ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മൊബൈലിൽ മെസ്സേജ് വരാറുണ്ട്. അതും വേറൊരു തരത്തിൽ എന്തുതന്നെയാണ്, ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് തന്നെയാണത്. ഓക്കെ, അതായത് നമ്മുടെ മൊബൈൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്തിട്ട് ക്യാമ്പയിൻ നടത്തുക എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, പല രീതിയിലുണ്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ടൂൾസ് ഏതൊക്കെ മെത്തേഡ്സ് ആണെന്ന് ചോദിച്ചാൽ നമുക്കിത് ആൻസർ ചെയ്താൻ പറ്റും. അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ്, പബ്ലിക് റിലേഷൻസ്, പബ്ലിസിറ്റി, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഈവൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മൊബൈൽ മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നല്ല രീതിയിൽ നോക്കുക, നോട്ട് എഴുതി വയ്ക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു. സീ ദ നെക്സ്റ്റ് ക്ലാസ്.